പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു സ്ഥലത്ത്. എടാ, എനിക്ക് ലീവ് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ പ്രാരാബ്ദവും വള്ളിക്കെട്ടും ഒക്കെ കഴിയുമ്പോഴേക്കും മോളിന്ന് വിളി വന്നിട്ടുണ്ടാവും. പിന്നല്ല അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരു ദിവസത്തെ ഒരു ക്യാമ്പിംഗ്. എന്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അത് അനുഭവിച്ചറിയാനുള്ളത്. ആനമൂളി തുടങ്ങി ആനക്കെട്ടി വരെ നീളുന്ന ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട്. നിങ്ങൾ പരിചയക്കാർ മാത്രം സംസാരിക്കാനാണ് പിന്നെ ക്യാമ്പിനൊന്ന്. അപ്രതീക്ഷിതമായി കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെന്റിലല്ലോ കാണുന്നത്, എന്തോ ഭയക്കുന്നത് പോലെ. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അവളുടെ പ്രസൻസ് വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ഫീല്. യുവനടന്മാരിൽ ശ്രദ്ധേയനായ ബിബിൻ ജോർജിനെ നായകനാക്കി ക്യാമ്പിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കൂടൽ തിയേറ്ററുകൾ മികച്ച പ്രതികരണം നേടുന്നു. ട്വിസ്റ്റുകളുമായി കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ ചിത്രം. ഷാനു കക്കൂർ, ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോഹരമായ ദൃശ്യഭംഗിയും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. ചിത്രത്തിൻ്റെ പ്രതികരണം നേരിട്ടറിയാൻ നടൻ ബിബിൻ ജോർജ് തിയേറ്ററിലെത്തിയിരുന്നു. പ്രേക്ഷകർ നൽകുന്ന പിന്തുണ വലുതാണെന്നും തന്നെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇത് വളരെ പ്രചോദനമാണെന്നും ബിബിൻ ജോർജ് പറഞ്ഞു. നമ്മളൊരു നല്ലൊരു സിനിമയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബിബിൻ ജോർജ് ഉണ്ട്. നമ്മുടെ സിനിമയുടെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല, കാരണം അതിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം. എങ്കിലും എങ്ങനെയാണ് ഇത്ര ഒരു റോൾ? ബിബിന് വളരെ സിമ്പിളാണ്, വളരെ പാവമാണ്, പക്ഷെ എന്നാലും എങ്ങനെയാണ് ഈ റോളിലേക്ക് വന്നത്? പടം കണ്ടവർക്ക് അറിയാലോ, ഇതേപോലൊരു ക്യാരക്ടർ ഇട്ടാൽ ഇത്തിരി പാടാണ്. പാടെന്ന് പറഞ്ഞാൽ വലിയ ബ്ലെസ്സിങ് വേണം. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് മഹാന്മാരുടെ കാര്യം എടുത്ത് അവർ ചെയ്തേക്കുന്ന പോലത്തെ വലിയ സംഭവം ഉണ്ട് ഇതിൽ എടുക്കാൻ. പക്ഷെ കഥ കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും സെക്കൻഡ് ഹാഫാണ്. ആ സെക്കൻഡ് ഹാഫ് ആണല്ലോ ഈ സിനിമ. അപ്പൊ എല്ലാവരും ഇപ്പൊ ഗംഭീരം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സിനിമയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് ദുൽഖർ സൽമാന്റെ ചാർലി പോലൊക്കെ ചില ഒരു സംഭവം തോന്നും. പക്ഷെ അതിന് ശേഷം വരുന്ന ടിസ്റ്റ് നമ്മൾ പറയുന്നില്ല, കാരണം പ്രേക്ഷകർ തീർച്ചയായും തിയേറ്ററിൽ വന്നിരുന്ന കാരണമാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഏതൊരു സ്പോട്ടിലാണ് ഇത് എടുക്കണം ചെയ്യണമെന്ന് തോന്നുന്നു? ഞാൻ നോർമലി ഇത് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തന്നെ കഥ കേട്ടപ്പോൾ തന്നെ റിജക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. കാരണം ഇത് എന്നെ കൊണ്ട് പൊങ്ങൂല എന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിച്ചിട്ടിരുന്നത്. കാരണം അത്രയും അങ്ങനത്തെ ഒരു മൂടാണല്ലോ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴാണ് ഓക്കെ ഫൈൻ, ഇത് എനിക്ക് പറ്റും എന്ന് തോന്നിയത്. അങ്ങനെ ആ ഒരു ക്യാരക്ടർ കിട്ടാൻ ഭയങ്കര പാടാ. അതെ, ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര റിസ്ക് ആണ്. വനത്തിനകത്ത് ഫൈറ്റ് സീക്വൻസ് വളരെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരുപാട് സ്ട്രഗിൾ ഈ പടത്തിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാനിതിനെ സ്ട്രഗിൾ എന്ന് ഒരിക്കലും പറയാറില്ല. എനിക്കിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ കുറച്ച് പേര് എന്നെ നോക്കുന്നത്, അവിടെ ഒരാൾ നോക്കുന്നു, അതൊക്കെ തന്നെ വലിയ കാര്യമായിട്ടും നന്ദിയോടെയും കാണുന്ന ആളാണ് ഞാൻ. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കഷ്ടപ്പാടുണ്ട്, പക്ഷെ എന്നാലും അതൊരു സ്ട്രഗിളായിട്ടോ അല്ലെങ്കിൽ അതൊരു ഇതായിട്ടോ തോന്നില്ല. കാരണം ലക്ഷക്കണക്കിനൊരു ആൾക്കാണ് നമുക്ക് ദൈവം ഇങ്ങനെയൊക്കെ കിട്ടുക. അതും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ നമ്മളെപ്പോലൊരു ഹീറോനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നന്ദിയുള്ള കാര്യമാണ്. ഈ പടം കാണാൻ ഇറങ്ങുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചതാ. ഈവൻ വെടിക്കെട്ട് പോലും അന്ന് ആ സമയത്ത് ആളുകൾ ഭയങ്കര ഇത് പറഞ്ഞെങ്കിലും പിന്നീട് ടി വിയിൽ വിലൊക്കെ വന്ന് വെടിക്കെട്ട് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഹിറ്റാണ്. അപ്പോൾ ആ പടം പോലും അത്രയും സ്വീകരിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പൊ ഈ പടം ഇന്നലെയൊക്കെ മഴ ആയതുകൊണ്ട് അനക്കം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഒന്ന് ഞാൻ പേടിച്ചു. പക്ഷെ ഇന്ന് വൈകുന്നേരം മുതൽ എല്ലായിടത്തും ആളുകൾ കയറി തുടങ്ങി. നാളെ എന്തായാലും നല്ലൊരു ദിവസം ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. ചിലരങ്ങനെയാണ്, ആഗ്രഹിച്ചത് നേടാൻ പറ്റിയില്ലെങ്കിൽ മറ്റാർക്കും സ്വന്തമാവാത്ത വിധം അവരതിനെ ഇല്ലാതാക്കും.